അബൂജഹൽ പറയുന്ന അള്ളയല്ല. മൗലവിമാര് തന്നെ സൂറത്തുൽ കാഫിറൂനക്ക് അർത്ഥം വെക്കുമ്പോൾ പറയുന്നത് എന്താണ്? ലക്കും ദീനുക്കും വലിയ ദീൻ. അബൂജഹലിനോട് അള്ളാന്റെ ഹബീബ് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ മക്കാ മുശ്രിക്കുകളോട് ഹബീബ് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ആരാധ്യൻ വേറെയാണ്, എന്റെ ആരാധ്യൻ വേറെയാണ്. പറയൂ പ്രവാചകരെ, സത്യനിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നത് ഞാൻ ആരാധിക്കുകയില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നത് നിങ്ങളും ആരാധിക്കുകയില്ല. വലാ അന ആബിദു മാ അബത്തും, നിങ്ങൾ ചെയ്യുന്ന ആരാധന ഞാൻ ചെയ്യില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ചെയ്യുന്ന ആരാധന നിങ്ങളും ചെയ്യുകയില്ല. നിങ്ങളുടെ ആരാധന വേറെ, ആരാധ്യൻ വേറെ. നിങ്ങളുടെ ആരാധന വേറെ, ആരാധ്യൻ വേറെ. എന്റെ ആരാധന വേറെ, എന്റെ ആരാധ്യൻ വേറെ. എന്റെ ആരാധന വേറെ, എന്റെ ആരാധ്യൻ വേറെ. ഇതാണ് ഖുർആൻ പറയുന്നത്. അബൂജഹലിന്റെ ദൈവസങ്കല്പവുമായി അള്ളാഹുവിന്റെ ഹബീബിനോ ലോകത്തെ മുസ്ലിങ്ങൾക്കോ ഒരു കാലത്തും ബന്ധമില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തെ ഗണ്ണിക്കാൻ, അത് ശരിയായ വിശ്വാസമല്ല എന്നവരെ ബോധ്യപ്പെടുത്താൻ അള്ളാന്റെ ഹബീബ് വിശദീകരണം നൽകുകയാണ്. ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ വിശദീകരണം തന്നെയാണ് ഹബീബ് വിശദീകരിച്ചത്. അത് തന്നെയാണ് ഇന്നും മുസ്ലിങ്ങൾക്ക് പറയാനുള്ളത്. രണ്ടാമത് പറയുന്ന വിശദീകരണം എന്താണ്? അല്ലാഹു സമദ്, അള്ളാഹു നിരാശ്രയനാണ് എന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത്. അള്ളാഹു കൈകളെ ആശ്രയിക്കുന്നവനല്ല, അള്ളാഹു കാലുകളെ ആശ്രയിക്കുന്നവനല്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അള്ളാഹു കണ്ണുകളെ ആശ്രയിക്കാതെ കണ്ടെത്തുന്നവനാണ്. അള്ളാഹു ശ്രവണപുടങ്ങളെ ആശ്രയിക്കാതെ കേൾക്കുന്നവനാണ്. കൈകളെയും കാലുകളെയും ആശ്രയിക്കാതെ ഈ പ്രപഞ്ചത്തെ പരിപാലിക്കാൻ കഴിയുന്നവനാണ് അല്ലാഹ്. എന്തേ അങ്ങനെ ഒരു വിശദീകരണം ഖുർആൻ നൽകാനുണ്ടായിരുന്ന കാരണം, അബൂജഹലിന്റെ ദേവാലയങ്ങളിൽ അവർ രൂപപ്പെടുത്തിയെടുത്ത ദൈവരൂപങ്ങളുണ്ട്. ആ ദൈവരൂപങ്ങൾക്ക് കൈകൾ ആവശ്യമായിരുന്നു, ആ ദൈവരൂപങ്ങൾക്ക് കണ്ണുകൾ ആവശ്യമായിരുന്നു, ആ ദൈവരൂപങ്ങൾക്ക് ഇരിപ്പിടങ്ങൾ ആവശ്യമായിരുന്നു. അങ്ങനെ ഇരിപ്പിടങ്ങളുള്ള, മനുഷ്യാവയവങ്ങളുള്ള, മനുഷ്യരൂപങ്ങളുള്ള ഒരു ദൈവസങ്കല്പത്തെ കുടിയിരുത്തിയിരുന്ന ജനതയോട് പറയുകയാണ്, അള്ളാഹു അങ്ങനെ മനുഷ്യരൂപങ്ങളിൽ സങ്കല്പിക്കപ്പെടുന്ന ഒരു ശക്തിയല്ല. ലം യലിദ്, അള്ളാഹുവിന്റെ മലക്കുകൾ അവന്റെ പെൺപിള്ളേരാണ് എന്ന് വിശ്വസിച്ച ജനതയോട് ഖുർആൻ പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല സന്താനോൽപാദനം നടത്തിയിട്ടില്ല. വലം യൂലദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറ്റൊരാള് ജന്മം നൽകിയതുമല്ല. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വലം യകുല്ലഹു കുഫുവൻ അഹദ്. മനുഷ്യന്റെ കണ്ണുകൾക്ക്, ഒരു സാധാരണ മനുഷ്യന്റെ കണ്ണിന് പരിമിതിയുണ്ട്. അവൻ അതുകൊണ്ട് നോക്കിയാൽ കാണുന്നതിന് പരിധിയുണ്ട്. ഒരാളുടെ ശ്രവണപുടങ്ങളെ കൊണ്ട് കേൾക്കുന്നതിന് പരിധിയുണ്ട്. ഇതുപോലെ അല്ലാഹു തആല ഒരു മനുഷ്യന് നൽകിയ ബുദ്ധിക്കും പരിധിയുണ്ട്, പരിമിതിയുണ്ട്. ആ പരിമിതിക്കുള്ളിൽ വെച്ചുകൊണ്ട് അവന്റെ ബുദ്ധി കൊണ്ടോ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടോ ലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനെ രൂപപ്പെടുത്താൻ കഴിയില്ല. വലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. ഭൗതിക ലോകത്ത് അമ്പിയാക്കളെ വിശ്വസിച്ചുകൊണ്ട് സുഹൃത്തുക്കൾ പ്രവർത്തിച്ച് സ്വർഗത്തിലെത്തിയാൽ അവിടെ വെച്ചൊരു സത്യവിശ്വാസിക്ക് കൺകുളിർക്ക കാണാനുള്ളവനാണ് അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്കും ദുആ കൊണ്ട് കടപ്പെട്ടവർക്കും നീ അതിന് വിധി നൽകണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ തൗഹീദ് അവിടുത്തെ ജനതയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയെ കുറിച്ച് പേടിയില്ലാതെ തോന്നിയതുപോലെ ജീവിച്ചിരുന്ന അരാജകത്വവാദികളെ ലോകത്തിന്റെ മുമ്പിൽ നീതിയുടെയും ധർമ്മത്തിന്റെയും മാതൃകായോഗ്യ സമുദായമായി അല്ലാഹുവിന്റെ ഹബീബ് ഉയർത്തിക്കാണിക്കുകയാണ്. ആ സ്വഹാബത്തിലൂടെ തൗഹീദ് വിതരണം ചെയ്യപ്പെടുകയാണ്. തബഉ താബീങ്ങളിലൂടെ അതാ ലോകത്ത് വിതരണം ചെയ്യപ്പെടുകയാണ്. 6 നൂറ്റാണ്ടുകൾ ഇസ്ലാമിക സമുദായത്തിന്റെ തൗഹീദ് വിശ്വാസത്തിൽ ഒരു കളങ്കങ്ങളോ കലഹങ്ങളോ കലാപങ്ങളോ ഇല്ല. ഖേദകരമെന്ന് പറയട്ടെ,
6-ാം നൂറ്റാണ്ടുകൾക്ക് ശേഷം രംഗത്ത് വന്ന ഇബ്നു തൈമിയ എന്ന് പറയുന്ന മനുഷ്യൻ ആ തൗഹീദിനെ വികലപ്പെടുത്താനുള്ള ശ്രമം നടത്തി. ഈ പ്രദേശത്തെ മുസ്ലിങ്ങളും ഇബ്നു തൈമിയയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് അന്വേഷിക്കുന്നവരുണ്ടാവും. ആ ബന്ധം വഹാബികളുടെ ചരിത്രം പറയുന്ന ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരാമുഖം എന്ന പുസ്തകത്തിൽ കുട്ടശ്ശേരി മൗലവി എന്ന വഹാബി സഹയാത്രികൻ എഴുതി വച്ചു. ഇബ്നു തൈമിയയാണ് കേരളീയ വഹാബികളുടെ നാരായ പേര്, അടിത്തറ, അതിന്റെ തറ, അതിന്റെ ഫൗണ്ടേഷൻ ഇബ്നു തൈമിയയാണ് എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ആ ഇബ്നു തൈമിയയിൽ നിന്നാണ് ഇന്ന് കവലകളിൽ കലഹം കൂട്ടാൻ വരുന്ന കേരളീയ വഹാബിസത്തിന്റെ തുടക്കം എന്ന് അവരുടെ കൈകളാൽ എഴുതി വെച്ച രേഖകളാണ്. ആ ഇബ്നു തൈമിയ എന്തു ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കാലുകളുണ്ടെന്ന് പറഞ്ഞു. ഖുർആൻ പറഞ്ഞതോ അല്ലാഹു സമദ, അല്ലാഹു കാലുകളെ ആശ്രയിക്കുന്നവനല്ല. ആദ്യമായി തൗഹീദിൽ കൈകടത്തൽ ഉണ്ടാവുകയാണ്. പക്ഷേ പൂർവിക സമുദായത്തിൽ ഇങ്ങനെയുള്ള കൈകടത്തൽ വന്നപ്പോൾ നേരായ വഴി സംരക്ഷിക്കപ്പെടുന്ന ഒരു റൂട്ടില്ലാതെ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽ വികലപ്പെടുത്തുന്ന കക്ഷികൾ വന്നാലും തെളിമയാർന്ന വഴിയിൽ അത് നിലനിൽക്കും. ഖുർആനും അതിന്റെ പ്രമാണങ്ങളും നിലനിൽക്കും. അതെവിടെയാ നിലനിൽക്കുക? അത് അക്ഷരങ്ങളിലോ ഭാഷകളിലോ അല്ല നിലനിൽക്കുക. ആ അക്ഷരങ്ങൾക്കും ഭാഷകൾക്കും ജീവിതം കൊണ്ട് വിശദീകരണം നൽകുന്ന സ്വാത്വികരായ വിശ്വാസികൾ, അവരെ സംബന്ധിച്ചാണ് ഖുർആൻ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞത്. അവരെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആൻ സബീലുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞത്. ആ വഴിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ എല്ലാ കാലത്തും സംരക്ഷിച്ചു. പട്ടിമറ്റം എന്ന് പറയുന്ന ഈ പ്രദേശം ആ ഖുർആനും സുന്നത്തും സംരക്ഷിക്കപ്പെട്ട ഒരു പ്രദേശമാണ്. ആരിലൂടെ അത് സംരക്ഷിക്കപ്പെട്ടു? ഈ പ്രദേശത്തെന്ന് ഇസ്ലാമിക ഉമ്മത്തിന്റെ സാന്നിധ്യമുണ്ടായോ അന്ന് മുതൽ ഇവിടെ തൗഹീദിലൂടെ ജീവിച്ച് പള്ളികളും മതപാഠശാലകളും പരിരക്ഷിച്ച് ജീവിച്ചു മരണപ്പെട്ടു പോയ പൂർവിക മുസ്ലിങ്ങളിലൂടെ ഖുർആൻ സംരക്ഷിച്ചു. അത് വികലപ്പെടുത്തപ്പെടുന്നു ആരിലൂടെ? ഇന്നലെയോ മിനിയാന്നോ ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ പെരുമ്പാവൂരിൽ നിന്നോ തുണിഷാപ്പിന്നോ ബേക്കറി കടയിൽ നിന്നോ ആരുടെയോ സീഡി കെട്ടി വസുവാസിൽപ്പെട്ട ഏതോ ഒരു പോയത്തക്കാരന്റെ ബുദ്ധിയിലൂടെ അത് വികലപ്പെടുത്തുന്നു. ആർക്കാണ് മുസ്ലിമെ ഇവിടെ ശരിയും തെറ്റും തിരിച്ചറിയാൻ ഇത്ര വലിയ പ്രശ്നം ആർക്കാണുള്ളത്? വളരെ ലളിതമല്ലേ നമ്മുടെ വിഷയം? ഇബ്നു തൈമിയ അങ്ങനെ അള്ളാഹുവിന് കൈകളെയും കാലുകളെയും ആശ്രയിക്കേണ്ടതുണ്ട് എന്ന് ലോകത്ത് പഠിപ്പിച്ചു. വഹാബി പ്രസ്ഥാനത്തിന്റെ രണ്ടാമത്തെ പേര് മുഹമ്മദ് അബ്ദുൽ വഹാബ് 1100 രംഗത്ത് വന്നയാളാ. അയാളും പറഞ്ഞു അള്ളാഹുവിന് കൈകളും കാലുകളുണ്ട്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. എന്താണത്? അള്ളാഹുവിന്റെ കലാമിൽ ആര് കൈവച്ചുവോ മനുഷ്യബുദ്ധിക്കനുസരിച്ച് അള്ളാഹുവിന്റെ നിയമങ്ങളെ വ്യാഖ്യാനിക്കാൻ തീരുമാനിച്ചാൽ ആ വ്യാഖ്യാന വഴികളിൽ വൈരുദ്ധ്യങ്ങൾ കാണാം. ആ വ്യാഖ്യാനങ്ങളിൽ ഒരിക്കലും ഒരേ യോജിപ്പുള്ള ആശയം എല്ലാ കാലത്തും നിലനിൽക്കുകയില്ല. ഇബ്നു തൈമിയയും ഇബ്നു അബ്ദുൽ വഹാബും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പുതിയ വ്യാഖ്യാനം നൽകി അള്ളാഹുവിന് കാലുകൾ ആവശ്യമാണ് എന്ന് പഠിപ്പിച്ചത് സ്വന്തം പിതാവ് വിശ്വാസത്തിൽ പിഴച്ച് കാഫിറാണ് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ്. തനിക്ക് മതം പറഞ്ഞു തന്ന തന്റെ മാതാവും പിതാവും വിശ്വാസത്തിൽ പഴച്ചവരാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇബ്നു തൈമിയ പുതിയ തൗഹീദ് കണ്ടെത്തിയത്. ഇബ്നു അബ്ദുൽ വഹാബും അങ്ങനെയാണ് തൗഹീദ് കണ്ടെത്തിയത്. അതിന്റെ പരിണിതിയാണ് 1920-കൾക്ക് ശേഷമാണ് കേരളത്തിൽ വഹാബിസത്തിന് തുടക്കം കുറിക്കപ്പെടുന്നത്. അതിന് തുടക്കക്കാരനായി രംഗത്ത് വന്ന കക്ഷികളിൽ ഒരാളാണ് കെ.എം. മൗലവി. കെ.എം. മൗലവി തൗഹീദ് പുതുതായി വ്യാഖ്യാനിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ്? സ്വന്തം ഉസ്താദിന് പിഴവ് പറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്വന്തം മാതാപിതാക്കൾക്ക് പിഴവ് പറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ.എം. മൗലവി തൗഹീദുമായി വന്നത്. പക്ഷേ നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, ഇബ്നു തൈമിയയെ തന്റെ നേതാവായി അംഗീകരിച്ചുകൊണ്ടു തന്നെ ആ തൗഹീദിന്റെ ഇബ്നു തൈമിയയുടെ ചില വീക്ഷണങ്ങളെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ കെ.എം. മൗലവി തൗഹീദ് കൊണ്ടുവന്നപ്പോൾ ഇബ്നു തൈമിയയുടെയും ഇബ്നു അബ്ദുൽ വഹാബിന്റെയും ആദർശരംഗത്തെ ഒരർത്ഥത്തിലുള്ള ശിഷ്യന്മാരാണല്ലോ കെ.എം. മൗലവി. കെ.എം. മൗലവിയുടെ വിശദീകരണ ഫലമായി ഇബ്നു തൈമിയയും ഇബ്നു അബ്ദുൽ വഹാബും ഇസ്ലാം എന്ന് പുറത്തു പോകുകയാണ്. 1953 ഫതാവൽ മനാർ എന്ന് പറയുന്ന പുസ്തകത്തിൽ
1953 ഫതാവൽ മനാർ എന്ന് പറയുന്ന പുസ്തകത്തിൽ മുജാഹിദുകളുടെ, അല്ലെങ്കിൽ അവർക്കുള്ള പേരാണ് വഹാബികൾ. മുജാഹിദ് എന്ന് പറഞ്ഞാൽ അവരെ ആശയം പോലെ തന്നെയാണ്, കൊല്ലം കൊല്ലം പേരുമാറും. ഇപ്പൊ പറയുന്നതാണ് മുജാഹിദ്, യഥാർത്ഥത്തിൽ അത് അവരെ സംബന്ധിച്ച് പറയലില്ല. 1700 മുഹമ്മദ് അബ്ദുൽ വഹാബ് തുടക്കം കുറിച്ചതായതുകൊണ്ട് വഹാബികൾ എന്നാണ് ഓലെപ്പറ്റി പറയാറുള്ളത്. പിന്നെ ഓല അത് മാനക്കേട് നിന്ന് രക്ഷപ്പെടാൻ പേരൊന്ന് നന്നാക്കിയതാണ് മുജാഹിദ്. സലഫി എന്നും പറയുന്നത് അതിനൊന്നും ഒരു ആശയപ്പൊരുത്തല്ല. മുജാഹിദ് എന്ന് പറഞ്ഞാല് ഇസ്ലാമിൽ ധർമ്മസമരം നടത്തുന്ന ആളെന്നാ. പക്ഷെ വഹാബികൾ യുദ്ധം ചെയ്യൽ ഇവിടെ അധർമ്മത്തോടും അവിശ്വാസത്തോടും അല്ല, വിശ്വാസമുള്ള മുസ്ലിങ്ങളോടാണ്. സലഫികൾ എന്ന് പറഞ്ഞാൽ പൂർവികരെ സ്വീകരിച്ചവർ എന്നാണ്. പക്ഷേ പിന്നെ വാല് മുറിഞ്ഞ പല്ലിയെ പോലെ അല്ലാതെ ഇബ്നു തൈമിയ്യന്റെ അപ്പുറത്തേക്ക് വഹാബീസ് അല്ലാണ്. സലഫുകൾ എന്ന് പറഞ്ഞാൽ ഹിജ്റ 3-ാം നൂറ്റാണ്ടുകാരാണ്. ഇബ്നു തൈമിയ്യ 6-ാം നൂറ്റാണ്ടിന്റെ ശേഷമുള്ള സാധനമാണ്. ഇതെങ്ങനെയാ പിന്നെ സലഫിയാകാന്ന് അറിയില്ല. സിയോണിസം എന്നൊക്കെ മറ്റു ചില ചരിത്ര പുസ്തകങ്ങളിൽ ഇതിന് പേര് പറയാറുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. 1920-കൾക്ക് ശേഷം KM മൗലവി തൗഹീദ് വിശദീകരിച്ചപ്പോ അയാളുടെ വിശ്വാസമനുസരിച്ച് ഇബ്നു തൈമിയ്യ ഇസ്ലാം എന്ന് പുറത്താണ്. ഫതാവൽ മനാറിൽ അയാൾ പറഞ്ഞു, അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ ഇസ്ലാം എന്ന് പുറത്താണ്. ഇബ്നു തൈമിയ്യ പറഞ്ഞു, അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട് എന്ന് പറയണം, ഇല്ലെങ്കിലാണ് ഇസ്ലാം എന്ന് പുറത്ത്. KNM എന്ന് പറയുന്ന മുജാഹിദ് സംഘടന കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ച അള്ളാഹു എന്ന് പറയുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ അവർ പറയാണ്, യഥാർത്ഥ വിശ്വാസവും പിഴച്ച വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പിഴച്ച വിശ്വാസമാണെങ്കിൽ അത് കൊല്ലത്തിനനുസരിച്ചോ ആൾക്കനുസരിച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കും. ശരിയായ വിശ്വാസമാണെങ്കിൽ അത് എല്ലാ കാലത്തും ഒരുപോലെയായിരിക്കും. നോക്കിക്കോ, ഇബ്നു തൈമിയ്യക്ക് അള്ളാഹുവിലുള്ള വിശ്വാസമല്ല ഇബ്നു തൈമിയ്യയെ നേതാവായി സ്വീകരിക്കുന്ന KM മൗലവിക്കുള്ളത്. ഇനി നിങ്ങൾ നോക്ക്, KM മൗലവിയുടെ ഇന്നത്തെ അനുയായികളായ മുജാഹിദുകൾ 2004 മലപ്പുറം ജില്ലയിലെ പുളിക്കൽ എന്ന് പറയുന്ന അറബി കോളേജിൽ യോഗം കൂടിയിട്ട് മുജാഹിദുകൾ പറഞ്ഞതെന്താണ്? അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ടെന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്താണ് എന്ന് തങ്ങളുടെ നേതാവായ KM മൗലവി, ആ KM മൗലവിയുടെ അനുയായികളാവുന്ന 2004 മൗലവിമാര് പറയാണ്, അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലാണ് പുറത്തു പോകുക. അപ്പൊ KM മൗലവി ഇബ്നു തൈമിയ്യനെ ഇസ്ലാം എന്ന് പുറത്താക്കി. KM മൗലവിനെ ഇന്നത്തെ മുജാഹിദുകൾ ഇസ്ലാം എന്ന് പുറത്താക്കി. മുമ്പ് ഒരു പിതാവിനെ മക്കളെല്ലാം കൂടി പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് അടിച്ച് തള്ളിയിട്ട് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോകാൻ. വലിച്ചു കൊണ്ടുപോകുമ്പോ 2 സ്റ്റെപ്പ് കഴിഞ്ഞ് 3-ാമത് സ്റ്റെപ്പ് എത്തിയപ്പോ പിതാവ് പറഞ്ഞു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്നെ വലിക്കരുത്. അപ്പൊ മക്കള് ചോദിച്ചു, അതെന്താ ഈ 3-ാമത്തെ സ്റ്റെപ്പിന്റെ പ്രാധാന്യം? അപ്പൊ വാപ്പ പറഞ്ഞു, എന്റെ പിതാവിനെ ഞാൻ ഈ സ്റ്റെപ്പ് വരെ വലിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ വലിച്ചോളൂ, ഇവിടുന്ന് അങ്ങോട്ട് വലിച്ചു പുതിയൊരു ഫിത്ന ഉണ്ടാക്കണ്ട. ഇബ്നു തൈമിയ്യ സ്വന്തം പിതാവിനെ കാഫിറാക്കി ഉണ്ടാക്കിയ തൗഹീദ. ആ തൗഹീദ് സ്വന്തം അനുയായിയായ KM മൗലവിന്റെ അടുത്തെത്തിയപ്പോ ഇബ്നു തൈമിയ്യ തട്ടുകിട്ടി പുറത്തുപോയി. KM മൗലവി സ്വന്തം ഗുരുനാഥനിൽ കുഫ്ർ കണ്ടെത്തി ഉണ്ടാക്കിയ തൗഹീദാണ് 2004 മൗലവിമാരുടെ കയ്യിലെത്തിയപ്പോ KM മൗലവി ഔട്ടായി പോയി. പിഴച്ച വിശ്വാസം ശരിയായ വിശ്വാസം തമ്മിലെ വ്യത്യാസം KNM-മാരിറക്കിയ പുസ്തകത്തിൽ പറയുന്നത്, പിഴച്ചത് കൊല്ലത്തിനനുസരിച്ച് മാറും, ശരിക്കുള്ളത് ഒരു കാലത്തും മാറൂല. ഇനി നോക്ക് സഹോദരന്മാരെ, അമുസ്ലിങ്ങൾ ശ്രദ്ധിക്കുകയല്ലേ നമ്മുടെ ഈ തർക്കങ്ങളെല്ലാം. മുജാഹിദുകളിൽപ്പെട്ട MM അക്ബർ എന്ന് പറയുന്ന മൗലവി ക്രിസ്ത്യാനികളുമായി സംവാദത്തിന് പോയപ്പോൾ ആ ക്രിസ്ത്യാനിയായ സഹോദരൻ MM അക്ബർ മൗലവിയോട് ചോദിക്കുകയാണ്, മൗലവി, ഏതാണ് നിങ്ങളെ അള്ളാ? ഞങ്ങൾക്ക് മനസ്സിലാകണില്ല. ഒരു കാലത്ത് നിങ്ങളുടെ അള്ളാക്ക് കയ്യും കാലുമുണ്ട്, പിന്നെ നോക്കുമ്പോ നിങ്ങളെ അള്ളാക്ക് കയ്യും കാലുമില്ല. നിങ്ങളെ ഖുർആൻ നോക്കിയാൽ അള്ളാനെ കുറിച്ച് ആകെ ഒരു കൺഫ്യൂഷനാണല്ലോ. ആരാണിത് പറഞ്ഞത്? ആരാണിത് പറയിപ്പിച്ചത്? വിവരമില്ലാത്ത ആളുകൾ മതം കൈകാര്യം ചെയ്യാൻ പോയതിന്റെ അപകടമാണ്. ആലിമീങ്ങൾ ഇവിടെ സൗഹൃദപരമായി ക്രൈസ്തവ സഹോദരന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുമായി സൗഹൃദ സംവാദം നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, അല്ലാഹുവേ അവിടുത്തെ ദറജ നീ ഉയർത്തണേ അല്ലാ. ഞങ്ങളുടെ നാടിന്റെ പരിസരത്തുള്ള എടക്കര എന്ന് പറയുന്ന പ്രദേശത്ത് ക്രൈസ്തവ സുഹൃത്തുക്കളുമായി സംവാദം നടത്തി. 60ഓളം വരുന്ന പുരോഹിതന്മാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു.
ആ സംവാദം കൊണ്ട് ഖുർആനിനെ ഒരാൾക്കും വിമർശിക്കാൻ കഴിഞ്ഞില്ല, ഹദീസുകളെ ഒരാൾക്കും വിമർശിക്കാൻ കഴിഞ്ഞില്ല. യുക്തിക്കനുസരിച്ചുകൊണ്ട് വിശ്വാസം രൂപപ്പെടുത്തുന്ന മൗലവിമാരെ ക്രിസ്തീയ പുരോഹിതൻ കൈകാര്യം ചെയ്യുന്ന രൂപം നോക്ക് നിങ്ങൾ. എന്നാൽ ഖുർആന്റെ ഉപദേശം എന്താണ്? ഖുർആന്റെ ഉപദേശത്തിലേക്ക് വരുമ്പോൾ അവിടെ ആകെ ഒരു സംശയമാണ്. ജനാബ് അക്ബർ മൗലവി ഒരു കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, അള്ളയ്ക്ക് ജഡമുണ്ടെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ്, അവൻ കാഫറാണ്, അത് ജാതികീയ ചിന്തയാണ് എന്ന് ജനാബ് അക്ബർ മൗലവി ഈ കേരളത്തിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ, അതേ ജനാബ് അക്ബർ മൗലവി തന്നെ ഇന്ന് പറയുന്നത് അള്ളയ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, ശരീരമുണ്ട്, ശിരസ്സുണ്ട്, സിംഹാസനമുണ്ട്. എന്താണ് കാരണം? അന്ന് ജനാബ് അക്ബർ മൗലവി പറഞ്ഞത് ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ജനാബ് അക്ബർ മൗലവി പറയുന്നതും ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. സൂറ കാലികൾ 6:102 മുതൽ 103 വരെയുള്ള വാക്യങ്ങളിലും സൂറ കൂടിയാലോചന 42 51 വാക്യത്തിലും അല്ലാഹു അദൃശ്യനാണ് എന്നുള്ളൊരു ധ്വനി നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനാബ് അക്ബർ മൗലവി പണ്ടൊരിക്കൽ പറഞ്ഞത് അള്ളയ്ക്ക് ദൃശ്യമായൊരു രൂപമില്ല. എന്നാൽ സൂറ 10:3 വാക്യത്തിൽ അല്ലാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നു. സൂറ 55 26 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ അല്ലാഹുവിനൊരു മുഖമുണ്ട്. സൂറ 48 10 അള്ളയ്ക്ക് കൈയുണ്ട്. സൂറ 20 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ അല്ലാഹുവിന് കണ്ണുകളുണ്ട്. ഒരു കാലത്ത് ജനാബ് അക്ബർ മൗലവി ഇതൊക്കെ ആലങ്കാരികമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, ഇന്ന് അതേ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ആലങ്കാരികമായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല, ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണമെന്നാണ്. ജനാബ് അക്ബർ മൗലവിക്ക് അല്ലാഹുവിന് ദൃശ്യമായ ഒരു രൂപമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ 2 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് 2 ഉത്തരമാണ്, ബൈബിളിന് ഒരു ഉത്തരമേ ഉള്ളൂ. എന്നാൽ പ്രിയ സ്നേഹിതരെ, ജനാബ് അക്ബർ മൗലവിയുടെ ഇന്നത്തെ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ഇതെല്ലാം നാം അക്ഷരാർത്ഥത്തിൽ തന്നെ ഖുർആനിൽ നിന്ന് വായിക്കണമെന്നാണ്. കഷ്ടമെന്ന് പറയട്ടെ, ജനാബ് അക്ബർ മൗലവിയുടെ വ്യാഖ്യാന ശാസ്ത്രം നാം അതേപോലെ എടുക്കുകയാണെങ്കിൽ സൂറ 28:88 പറയുന്നത് അല്ലാഹുവിന്റെ മുഖമൊഴികെ സകലവും നശിച്ചു പോകും. അള്ളയുടെ കൈകാലുകൾ നഷ്ടപ്പെട്ട്, അള്ളയുടെ ദേഹം ശിരസിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട്, മുഖം മാത്രമായി ജനാബ് അക്ബർ മൗലവി പറയുന്നത് എല്ലാം നമ്മൾ അങ്ങ് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കണമെന്നാണ്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്നേ ഉള്ളൂ. ജനാബ് അക്ബർ മൗലവിയുടെ അതേ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം അല്ലാഹു ശിരസിൽ നിന്ന് ഉടൽ വിച്ഛേദിക്കപ്പെട്ട് കൈകാലുകൾ നഷ്ടപ്പെട്ടവനായി മുഖം മാത്രമായി ശേഷിക്കുന്ന ഏതോ ഒരു ആത്മാവാണ്. ഇത് നമ്മുടെ ദൈവം അല്ലേ? അല്ല. അല്ലാഹുവിന്റെ ഖുർആനിനും ഒരു ഉത്തരമുള്ളൂ. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരിക്കലും കണ്ണുകളുണ്ടായിട്ടില്ല. അല്ലാഹു കണ്ണുകളെ ആശ്രയിക്കാതെ കാണുന്നവനാണ്. അല്ലാഹു ശ്രവണപുടങ്ങളെ ആശ്രയിക്കാതെ കേൾക്കുന്നവനാണ്. വല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളോട് സാദൃശ്യമുള്ളവനല്ല, സൃഷ്ടികളോട് സമാനതകളുള്ളവനല്ല. ഇതാണ് എല്ലാ കാലത്തും മുസ്ലിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മുജാഹിദുകൾ ആഫീസിൽ നിന്നുണ്ടാക്കുന്ന തുരുപ്പ് ചീട്ടിൽ കൊല്ലം കൊല്ലം അല്ലാഹു മാറുകയാണ്. അങ്ങനെ 2004 യോഗം കൂടിയിട്ട് മുജാഹിദുകൾ പറഞ്ഞു അല്ലാഹ് മുകളിൽ ഇരിക്കുകയാണ്. അങ്ങനെ മുകളിൽ അല്ലാഹ് ഇരിക്കുക എന്ന് പറയാൻ എന്താ കാരണം? അല്ലാഹ് മുകളിലായതുകൊണ്ടല്ലേ നമ്മളൊക്കെ ദുആ ചെയ്യുമ്പോ കൈ മുകളിലേക്ക് പൊന്തിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആലിമീങ്ങൾ പറഞ്ഞു നിസ്കാരത്തിന്റെ കിബില അത് കഅബയാണ്, ദുആയുടെ കിബില അത് ആകാശമാണ്. അങ്ങനെ ആലിമീങ്ങൾ പഠിപ്പിച്ചത്. മൗലവിന്റെ ബുദ്ധി കൊണ്ട് 1.25 ബുദ്ധി കൊണ്ട് ആലോചിച്ചപ്പോ അല്ലാഹ് അവിടെ ആയതുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് പാർസലായിട്ട് തരാനാണ് കൈ ഇങ്ങനെ മുകളിലേക്ക് പൊന്തിച്ചതെന്നുള്ളിടത്ത മൗലവി. ഇങ്ങനെ ചിന്തിച്ചാൽ അതിന്റെ അബദ്ധം എത്രയാണ്?
നോക്കുങ്ങള് അള്ളഹാനോടൊരു അടിമ ഏറ്റവും കൂടുതൽ അടുക്കണ സമയതാ അഖ്റബുമായ യകൂനുൽ അബ്ദു ഇലല്ലാഹ്. അള്ളഹാനോടൊരു അടിമ ഏറ്റവും കൂടുതൽ അടുക്കൽ അവൻ സുജൂദ് പോകുമ്പോഴാണ്. സുജൂദ് പോകുമ്പോ എന്താണ്? അവന്റെ മുന്നൊക്കെ ഭൂമിന്റെ അടിക്ക്, പിന്നൊക്കെ ഭൂമിന്റെ മോൾക്ക്, ആകാശത്തേക്ക് പൊന്തിക്കല് പിന്നാണ്. അപ്പൊ മൗലവിമാരുടെ വാദപ്രകാരം മുജാഹിദുകൾ അള്ളാന്റെ അടുത്ത് അടുക്കൽ എങ്ങനെയാ? റിവേഴ്സ് എടുത്തിട്ടാ, പിന്നാമ്പുറം കൊണ്ട്. ഉറപ്പല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞാ പിന്നെ തലയിൽ മുണ്ടിടാതെ അള്ളാന്റെ അടുത്തേക്ക് എല്ലാം പറ്റുമോ? മൗലവിന്റെ വാദം നോക്കുങ്ങള്. ആകാശത്തിലായതുകൊണ്ട് എങ്ങനെ? അല്ലെ പിന്നെ എല്ലായിടത്തിലും വന്ന് ഇങ്ങനല്ലേ? ഇങ്ങനെ 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 ആർക്കും മനസ്സിലാവും. അപ്പോ അള്ളാഹു ഉപരിലോകത്താണെന്ന് പഠിപ്പിക്കുന്നത് ഖുർആൻ. അള്ളാഹു ഉപരിലോകത്താണെന്ന് പഠിപ്പിച്ചത് മൗലവിമാരാണ്. ഐനമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്. ആരാധനകൾക്ക് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച രൂപങ്ങളുണ്ട്. ആ രൂപങ്ങളിലൂടെ അള്ളാഹ്ക്ക് ആരാധിക്കലല്ലാതെ നിങ്ങളൊരു ഭാഗത്തോ സ്ഥലത്തോ അള്ളാനെ തെരയേണ്ടതില്ല. ഇനി നോക്ക് സഹോദരന്മാരെ, തമാശ എന്താണ് സംഗതി നോക്കുങ്ങൾ. വേറെ ഒരു മൗലവി പ്രസംഗിക്കുകയാണ്, നിങ്ങൾ ആവശ്യമുള്ളതൊക്കെ അള്ളഹാനോട് ചോദിച്ചോളൂ, പക്ഷേ കൈ മുകളിലേക്ക് ഉയർത്തണ്ട. അതിന്റെ അർത്ഥം എന്താ? അള്ളപ്പ അവിടെ അല്ലാന്നല്ലേ മനസ്സിലാക്കണ്ട്. വഹാബികൾ ആഫീസ് ഉണ്ടാക്കിയ കഥാപാത്രമാണ്. നോക്കി പിന്നെ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കാം, യാതൊരു പ്രശ്നമല്ല. കൈ ഉയർത്താതെ, കൈ ഉയർത്തി നബി പ്രാർത്ഥിച്ചതായിട്ട് ഹദീസിൽ വന്നിട്ടില്ല. നിങ്ങൾ നിസ്കാരത്തിന് ശേഷം ഓരോരുത്തർക്കും ആവശ്യമുള്ള കാര്യങ്ങൾ അള്ളാഹിനോട് ചോദിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. ഇതാ ഞങ്ങൾ ആ വിഷയത്തിൽ പറയുന്നത്. നേരത്തെ പറഞ്ഞതോ കൈ പൊന്തിക്കണം, അള്ളാഹ് അവിടെയാണ് പാർസലായിട്ട് അവിടുന്ന് വരിക. വൈരുദ്ധ്യം കണ്ടോ? മനുഷ്യന്റെ ബുദ്ധിയിൽ സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താ ഇത് കാരണം എന്നറിയങ്ങള്? വഹാബിയാള് അള്ളഹാനെ പറ്റി അത് പറയുന്നത് മുസ്ലിം ലോകത്തിന് ഇതായിട്ട് ഒരു ബന്ധമല്ല. മുകളിൽ അള്ളഹാനെ ഇരുത്തിയിട്ട് മൗലവിമാർ എന്ത് ചെയ്തു അറിയോ? താഴെ നിന്നിട്ട് ഭയങ്കര ഗവേഷണം. നമുക്കൊക്കെ അറിയാലോ, ഓപ്പറേഷൻ തിയേറ്ററിൽ പിന്നെ ഓപ്പറേഷന് നിൽക്കുന്ന ഡോക്ടർ മുറിവൈദ്യനാണെങ്കിൽ കൊണ്ടേ രോഗി പോയ കോലത്തിലല്ല തിരിച്ചു വരിക. വഹാബികൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി അവരുടെ കഥാപാത്രമായ ദൈവത്തെ. അങ്ങനെ അഹ്ലുസുന്നത്ത് വൽ ജമാ എന്ന പുസ്തകത്തിൽ ഒരു കാലത്ത് മുജാഹിദുകൾ എഴുതി വെച്ചു, അള്ളാഹ്ക്ക് രണ്ട് കൈയുണ്ട്. സക്കരിയ സ്വലാഹി എന്ന് പറയുന്ന മൗലവി എഴുതി വെച്ചു തന്റെ പുസ്തകത്തിൽ, അള്ളാന്റെ ഇടത്തെ കൈയിൽ അള്ളാഹ് ഭൂമിയെ ഉയർത്തി ചുരുട്ടിപ്പിടിക്കുമെന്ന്. അതേ മൗലവി ഇപ്പൊ പറയുന്നത് അള്ളാഹ്ക്ക് കൈ രണ്ടും കൂടി ഉള്ളത് ഒരു ഭാഗത്താണ്, ഇടത്തെ ഭാഗത്ത് കൈയില്ലാന്ന. കാരണം എന്താ? തിയേറ്ററിലുള്ള ഡോക്ടർ ആ കോലത്തിലാണ് കൊണ്ടയ കോലത്തിൽ തിരിച്ചിട്ടിട്ടില്ല. അവന്റെ രണ്ട് കൈകളും വലതാണ്. ലാ ഷിമാല ഫീഹിമാ. ആ രണ്ട് കൈകളിലും ഷിമാലില്ല, ഇടതില്ല. ഓപ്പറേഷനിൽ നഷ്ടപ്പെട്ടതാണ്. മുറിവൈദ്യന്മാരാണ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ പിന്നെ എന്തായാലും കുറച്ച് ജീവനപ്പേടിയുള്ള ആളാണെങ്കിൽ ഇതിന് നിന്നൊടുക്കൂലല്ലോ. അങ്ങനെ ഓടി രക്ഷപ്പെട്ടതാണ് മൗലവിമാരെ പടച്ചോന് എന്ന് ആ കഥയുടെ ബാക്കിയായി നമുക്ക് പൂരിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ അള്ളാഹുവിലുള്ള വിശ്വാസത്തെ ബുദ്ധിക്കനുസരിച്ച് രൂപപ്പെടുത്തി ചില കോമാളി കഥകളുടെയും കാർട്ടൂൺ കഥകളുടെയും ഇതിവൃത്തത്തിലേക്ക് ഇലാഹി വിശ്വാസത്തെ ചുരുക്കിക്കെട്ടുന്ന വിദ്വാൻമാർ. ഇനി നോക്ക് സഹോദരന്മാരെ, അള്ളാഹനെ ഒരു മനുഷ്യനോട് തുല്യപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് ലോക മുസ്ലിങ്ങൾ അംഗീകരിച്ചതല്ലേ? ഇന്നാലിന്നവനെ പോലെയാണ് എന്ന് പറയാമോ? പറഞ്ഞാൽ അത് കുഫ്റാവൂലേ? ആകുമെന്നൊരു മുജാഹിദ് മൗലവി തന്നെ പ്രസംഗിക്കുന്നത് നോക്കുങ്ങൾ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏതെങ്കിലും നിലക്ക് സൃഷ്ടികളോട് തുല്യപ്പെടുത്തിയാൽ അത് കുഫ്റാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള പേരുകളും വിശേഷണങ്ങളും ഒക്കെ പറയുമ്പോ അത് അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു മഖ്ലൂഖിനെ പോലെ എന്ന ചിന്ത പോലും അസ്ഥാനത്താണ്. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ലെന്നാണ് ഹുസൈൻ മൗലവി പറയുന്നത്. ചിന്തിക്കുക മാത്രമല്ല, സക്കരിയ മൗലവി വായ കൊണ്ട് പച്ചമലയാളത്തിൽ പറയുകയാണ്, അള്ളാഹു കുട്ടികൾ പന്തെറിയുന്നത് പോലെ ഭൂമിയെ എറിയുന്നവനാണ്. ഈ മൗലവിയുടെ ജാതി സർട്ടിഫിക്കറ്റ് ഫില്ല് ചെയ്യേണ്ടത് മാപ്പിള എന്നാണോ കാഫിർ എന്നാണോ?
പട്ടിമറ്റം കവലയിലെ ബഹുഭൂരിഭാഗം വരുന്ന മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം അളക്കാൻ വരുന്ന മൗലവിമാര് സ്വന്തം പാളയത്തിലെ ജനതയുടെ ജാതി സർട്ടിഫിക്കറ്റ് ഫില്ല് ചെയ്യാതെ കവലയിലേക്ക് ഇറങ്ങുന്നത് മര്യാദയല്ല. സൃഷ്ടികളോട് തുല്യപ്പെടുത്തിയ കുഫറാണ്. നാ കുഫർ ചെയ്യണ മൗലവിനെ കണ്ടോളി നിങ്ങൾ. കുട്ടികൾ പന്തെറിയുന്നത് പോലെ അല്ലാഹു ഭൂമിയെ എറിഞ്ഞളയുന്നതാണ്. കുട്ടികളെ പോലെയാണ് അല്ലാഹ് എന്ന് പറയാമോ? എന്താണ് സഹോദരന്മാരെ സംഭവിച്ചത്? പരിശുദ്ധമായ ഖുർആനിൽ ചില പദങ്ങളുണ്ട്. ആ പദങ്ങൾക്ക് മലയാള ഡിക്ഷണറി എടുത്തു നോക്കിയാൽ കിട്ടുന്ന അർത്ഥമൊന്ന് വേറെയാണ്. ഇമാമീങ്ങളും അതുപോലെ മഹാന്മാരും അതിന് പഠിപ്പിച്ച ആശയമൊന്ന് വേറെയാണ്. യദ് വജ്ഹ് പോലെയുള്ള ചില പദങ്ങൾ ഖുർആനിൽ കാണാം. അതിന്റെ ഒന്നും അർത്ഥം അല്ലാഹ്ക്ക് കൈയുണ്ട് കാലുണ്ട് എന്നല്ല. അങ്ങനെ അർത്ഥം വെച്ചാൽ വലിയ അബദ്ധത്തിൽപ്പെടുന്നതാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. വജ്ഹ് എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി നോക്കിയാൽ കിട്ടുന്ന അർത്ഥം മുഖമെന്നാണ്. ആ അർത്ഥം വെച്ച് ആയത്ത് നോക്കിയാൽ ഭൂമി ലോകം മുഴുവനും നശിച്ച് ലോകം മുഴുവനും നശിച്ചാൽ പിന്നെ അള്ളാന്റെ മുഖം മാത്രം ബാക്കിയാകുമെന്നാണ് ഡിക്ഷണറിയിൽ നിന്ന് കിട്ടുന്ന അർത്ഥം. മൗലവിമാര് പറയുന്നു അങ്ങനെയുള്ള വാക്കുകൾക്ക് ഡിക്ഷണറിയിലെ അർത്ഥമാണ് പറയേണ്ടത്. സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാര് പറയുന്നു അത്തരം വാക്കുകൾക്ക് വാക്കർത്ഥം മാത്രം പറയാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ ദാത്തിനെയോ അള്ളാഹുവിന്റെ അധികാരത്തെയോ അള്ളാഹുവിന്റെ ശക്തിയെയോ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. മൗലവിമാര് പറഞ്ഞു അല്ല അള്ളാഹ്ക്ക് കൈയുണ്ട് കാലുണ്ട്. അപ്പൊ ക്രൈസ്തവ സഹോദരൻ മൗലവിമാരോട് ചോദിക്കുക അപ്പൊ നിങ്ങൾ അള്ളാഹിനെ സംബന്ധിച്ച് വല്ലാത്ത സഹതാവാണല്ലോ തോന്നുന്നത്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുന്ന ആയത്തോതിയിട്ട് മൗലവിമാർ വെച്ച അർത്ഥമനുസരിച്ച് വഹാബികളെ മുജാഹിദുകളെ ക്രൈസ്തവ സഹോദരൻ ക്രോസ് ചെയ്യണം. എന്നാൽ പ്രിയ സ്നേഹിതരെ, ജനാബ് അക്ബർ മൗലവിയുടെ ഇന്നത്തെ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ഇതെല്ലാം നാം അക്ഷരാർത്ഥത്തിൽ തന്നെ ഖുർആനിൽ നിന്ന് വായിക്കണമെന്നാണ്. കഷ്ടമെന്ന് പറയട്ടെ, ജനാബ് അക്ബർ മൗലവിയുടെ വ്യാഖ്യാന ശാസ്ത്രം നാം അതേപോലെ എടുക്കുകയാണെങ്കിൽ സൂറ 28-88 പറയുന്നത് അല്ലാഹുവിന്റെ മുഖമൊഴികെ സകലവും നശിച്ചു പോകും. അള്ളയുടെ കൈകാലുകൾ നഷ്ടപ്പെട്ട് അള്ളയുടെ ദേഹം ശിരസിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് മുഖം മാത്രമായി ജനാബ് അക്ബർ മൗലവി പറയുന്നത് എല്ലാം നമ്മൾ അങ്ങ് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കണമെന്നാണ്. അതുകൊണ്ട്